ഇന്നലെ മുഴുവൻ ഞങ്ങൾ ഇത് പൊട്ടിച്ചാണ് ചുണ്ടങ്ങി. തമിഴ്നാട്ടുകാരാണ് കൂടുതൽ കൊണ്ടാട്ടുണ്ടാക്കാറ്. കൈ കൊണ്ട് ചില ഉടയ്ക്കാൻ പറ്റില്ല എനിക്ക്. വിരലം കാണിച്ചാൽ നോക്കിക്കോട്ടെ. വിരലും കൊണ്ട് മനപ്പുറം ചെയ്താന്ന് തോന്നുന്നുണ്ട്. ഇത് വെറുതെ ഞാൻ രസാട്ടാ. എനിക്ക് ഞാൻ കാണിച്ചതൊന്നും പിന്നെ ഞാൻ വെറുതെ നോക്കുക ഒരു രസമല്ലേ. അല്ല ഒരു രസമല്ലേ എന്ന് ഒരു കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ചുണ്ടങ്ങിയുണ്ട്. വളരെ വിലപ്പെട്ട സാധനമാണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇന്നലെ മുഴുവൻ ഞങ്ങൾ ഇത് പൊട്ടിച്ചാണ് ചുണ്ടങ്ങി. ഇനിയും പൊട്ടിക്കാണ്ട് ഇനിയുണ്ട്. പക്ഷേ ഒരു 3 അംഗ കുടുംബത്തിന് എന്തുമാത്രം വേണമെന്ന് നിങ്ങൾക്കറിയാലോ. കുറച്ചല്ലേ വേണ്ടോ. അപ്പോൾ ഈ ചുണ്ടങ്ങ നമ്മൾ തമിഴ്നാട്ടുകാരാണ് കൂടുതൽ കൊണ്ടാട്ടുണ്ടാക്കുക. നമുക്ക് കഴുകിയിട്ട് നമുക്ക് ചതച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ കുരു കളയേണ്ടി വരും. അവർ പറഞ്ഞ ഇത് പിടിച്ചതില്ല, അവർ പറഞ്ഞ മെത്തേഡിലാണ് നമ്മൾ ചെയ്തിട്ടാണ്. നമ്മുടെ ഈ മറ്റേതില്ലേ കൊണ്ടാട്ടമുളക്, അത് ചെയ്യുന്ന പോലെ തന്നെ പൊടിയും കിടിയൊക്കെ ഉണ്ടാവും. ഇപ്പം ആളുകൾ ഇതൊക്കെ കണ്ടമാനം ഉപയോഗിച്ച് തുടങ്ങി. ആദ്യം പൂട്ടു ഒരു വട്ടം കഴുകിയിട്ടേ നമുക്ക് ഇത് അമ്മീമിട്ട് കുത്തി ചായക്കാം. ചതച്ചിട്ട് കഴുകണ്ടേ? അതാ കുരു കളയാനായിട്ട്. ശരിക്കും ഗ്രീൻ ബീൻസിൽ പോയിട്ടില്ലേ? അങ്ങനെ ആക്കുമ്പോൾ അതിലത്തെ കരടുകളും തൊട്ടേക്കോ അതിലേക്ക് തന്നെ വീണു. ഞാൻ രണ്ടാമത്തോട്ടാണ് കഴുകണത്. അതിനി ചതയ്ക്കുമ്പോൾ അറിയാം. വേറെയൊക്കെ നമ്മുടെ ഈ ചുണ്ടെങ്കിലേ വെറുതെ ഒന്ന് പൊട്ടിക്കാം നമുക്ക്. ഇത് ഉരുണ്ട് പോവും. മറ്റേ സാധനമാണെങ്കിൽ സുഖം തരുതേ. സാധനം മറ്റേ ഉള്ളി ചതയ്ക്കണ സാധനം അതിലൊക്കെ തെറിച്ചു പോവും. ഇത് വെറുതെ പൊട്ടിക്കുക വേണ്ട. ഇതിലത്തെ കുരുക്കൾ കണ്ട അതെ ഇങ്ങനെയുണ്ട്. ഞാനാക്കാം. ഞാൻ ഇട്ട് തരാം. എനിക്ക് വെറുതെ ചതച്ച് പോയാൽ മതി. കുറച്ച് ചേർ ഇന്നേക്കാളും ശക്തിയിലിരിക്കാൻ പറഞ്ഞാൽ അറിയാട്ടാ. ഇതാണ്ട് ഇങ്ങനെ ആക്കാം. ഇതിന് മൂത്തത് പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടാ. എല്ലാ സാധനം ഉപയോഗിക്കുന്നുണ്ട്. അല്ല, കൂട്ടാൻ വയ്ക്കുമ്പോൾ നമ്മൾ ഇതിന്റെ അധികം മൂക്കാത്തതല്ല ഉപയോഗിക്കുക. അവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് തമിഴ്നാട്ടുകാർ. കൈ കൊണ്ട് ചില ഉടയ്ക്കാൻ പറ്റില്ല എനിക്ക്. കൈ കൊണ്ടൊന്നും പറ്റില്ല. വെറുതെ കൈൻ്റെ ഇത് കളയണ്ട. നല്ല ഭംഗിൻ്റെ കുരുക്കൾ ഇപ്പോൾ ഞാനാക്കാം. മീൻമുട്ട പോലെ ഉണ്ട്. അപ്പം ഇങ്ങനെ പൊട്ടിച്ച് ഒക്കെ ആക്കലാണ് ആദ്യത്തെ പരിപാടി. ഒരു കയ്പുണ്ട്. പക്ഷെ തൈരിലൊക്കെ ഇട്ട് ഉപ്പിലിട്ടിട്ട് ആക്കുമ്പോൾ വേണമെങ്കിൽ ഒക്കെ പോയിരിക്കും. അങ്ങനെ 5-6 വെച്ചിട്ടാക്കിയിട്ട് ഇന്നാവില്ല. അത് തെറിച്ചു പോവും. ചേട്ടൻ ധൃതി പിടിച്ചിട്ട് ഞാൻ ഇതിരിക്കട്ടെ. ഫുള്ളിട്. ഇനി ഒരെണ്ണം പോലും പോവില്ല. അയ്യോ വേണ്ട പൂണുണ്ടോ? അതിന് ഞാൻ അത് ഇങ്ങനെയാക്കാം. നല്ലത് അമർത്തണേനേക്കാൾ നല്ലതാ. ധൈര്യമായിട്ടോ. ഒരാൾ പോലും പോവില്ല. രാത്രി ചേച്ചിട്ടാക്കി ചിറ്റി കൊണ്ട് അടിച്ചാൽ എളുപ്പമായിരുന്നു. ചേട്ടനൊന്ന് ധൃതി പിടിക്കാണ്ടെന്ന്. അത് എങ്ങനെയാലും കുറച്ച് സമയം എടുക്കുമെന്ന് വിചാരിച്ചിട്ട് നിൽക്ക്. ക്ഷമ എന്ന് പറയണ സാധനം ഇല്ല. ഇത് മതിയാ? ഇത്രക്കാക്കിയാ മതിയാ? ഇതിലെടുത്തേ വേണ്ട. ചേട്ടത് പോയി എവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഇങ്ങോട്ട് ചതച്ചോളാം. ഒരു 5 വീതം എടുക്ക്. 5 എണ്ണ ഇരുന്നിട്ട് 10 വീതം എണ്ണിട്ട് വയ്ക്ക്. ചൂട് അത്രയ്ക്കണ്ടേ. ഞാനല്ലേ വെയിലത്ത് നിൽക്കണ ചേട്ടൻ തണലത്താണല്ലോ ഇരിക്കണേ. എനിക്കിങ്ങനെ നിൽക്കണത് ഒരു സുഖമില്ലായ്മ. നിൽക്കണ്ട. ആർക്കൊക്കെ വല്ലവരും പറയണ്ട ഇവിടെ നിൽക്കാൻ. കൂടുതൽ എണ്ണാക്കുമ്പോൾ തെറിച്ചു പോളോ. തെറിക്കട്ടെ. അതിനും വല്ല ആഗ്രഹങ്ങളുണ്ടാവില്ലേ ചുണ്ടെങ്കിൽ. എന്നാ പിന്നെ കൈ എടുത്ത് മാറ്റ്. തെറിച്ചു പോകാണ്ടിരിക്കാനല്ലേ കൈ വെച്ചാണേ. 5-6 ഇതിൽ ആ ഭാഗത്തുണ്ട്. ആ ഭാഗത്തും കൂടെ വെച്ചോ. വിരലം കാണിച്ചാൽ ചെയ്യാണ്ട് നോക്കിക്കോട്ടോ. വിരലും കൊണ്ടു. നീ മനപ്പുറം ചെയ്താന്ന് തോന്നുന്നുണ്ട്. വിരലും കൊണ്ടിട്ടില്ല. കൊണ്ടെങ്കിൽ ചേട്ടൻ ഇങ്ങനെയല്ല ഇരിക്കുക. അങ്ങടെ പോണത് പോട്ടെ. അവർക്കും ആഗ്രഹങ്ങളില്ലേ. തെറിച്ചു പോണവരൊക്കെ പോട്ടെ. പിന്നെ വരിടണ്ട. വിചാരിച്ചിട്ട്
കൈ അരച്ചു ഞാനാക്കാട്ടാ. നീ ഇങ്ങനെ പിടിക്കുന്നു വേണ്ട. വലിയ ഇടിക്കുന്ന സാധനം വേണ്ടായിരുന്നു തമിഴ്നാട്ടുകാർ ചെയ്യുന്ന പോലെ. നമ്മളിതിപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യണേ. ഇനി ഇത് ചെയ്യുമോ എന്നുള്ളതും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എന്നിട്ട് ഈ ഒരു പ്രാവശ്യത്തിന് വേണ്ടിയിട്ട് ഇടിക്കണ സാധനമൊക്കെ വാങ്ങിക്കണ. അല്ല അതിൽ മറ്റേ ഇതൊക്കെ ഉള്ളിയൊക്കെ മറ്റേ ഇഞ്ചിയൊക്കെ ചതയ്ക്കാൻ വലിപ്പമുള്ളതേ. അല്ല ഇത് എന്തോരം വേണമല്ലോ നമുക്ക്. ഇതിങ്ങനെ കഴിയണ വരെ ചൊറിഞ്ഞു നിൽക്കും. ഇനി ഞാൻ പറഞ്ഞില്ലേ സ്റ്റോപ്പ് മെമ്മ തന്നു. ഇനി ഇത് കഴിക്കില്ല. 10,000 ചുണ്ടങ്ങി അവിടെ മുളയ്ക്കും. ഇതിൻ്റെ വിത്തോടെ വീണിട്ട് മൂത്തിട്ടില്ലേ വിത്ത്. മൂപ്പ് കുറവാ. ഉണങ്ങിയിട്ട് അത് കുറച്ചെണ്ണം നിൽക്കുന്നുണ്ട്. അതിൻ്റെ കുരു അവിടെ മുളയ്ക്കും. ഈ വർഷക്കാലത്ത് കുറേ അവിടെ മുളയ്ക്കും. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് കണ്ട എത്ര പോയി നോക്കിയേ. എല്ലാം കൂടി ഒരുമിച്ചിട്ടപ്പോൾ കുറേശ്ശെ തന്നെയായിട്ടാണ് ഒറ്റണം പൂലിയ മതി. 2 ബാഗിൽ പറക്കാം. നിലത്ത് ഒരു 5-10 വീണുണ്ട്. പോണ് പൊക്കോട്ടെ. എന്തിനാ കളയുന്നത്? കുഴപ്പമൊന്നുമില്ല. അത് കളയൊന്നും വേണ്ട. ഓരോന്നും നമ്മുടെ വയറിന് നല്ലതല്ലേ. നമുക്കൊന്ന് വെറുതെ കഴുകാം. എൻ്റെ അമ്മയെ നോക്കിയിട്ട് സരിത കുരു മീൻ മുട്ട പോലെ. മൂന്ന് വട്ടം ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് കുരു കണ്ട് പോയിക്കോട്ടെ. ലാസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചുണ്ടങ്ങിതേ കഴുകിയിട്ട് അങ്ങനെ കഴുകിയിട്ട് പിന്നെ അതിലേക്ക് ഉപ്പിടാം. ഇത്രയ്ക്ക് ഉപ്പിട്ടുണ്ട് കേട്ടോ. പിന്നെയുള്ളത് നല്ല കട്ടി തൈരാണ് കേട്ടോ. ഇത് ചുണ്ടങ്ങിയുടെ അളവ് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ തൈര് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അതെനിക്ക് ഒഴിക്കണം. അടിപൊളി തൈരാ. ഇതേ നല്ല പുളി അത്ര ഭയങ്കര ഇല്ലെന്നുണ്ട്. നല്ല തൈരാണ്. അത് നമുക്ക് അത്യാവശ്യം എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുക. പലരും തൈരിൻ്റെ അളവ് പലതരത്തിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതകത്ത് കൊണ്ടുവന്ന് വയ്ക്കണം. ഫ്രിഡ്ജിൽ വയ്ക്കരുത്. അകത്ത് കൊണ്ടുപോയിട്ട് മൂടി വയ്ക്കണം. എന്നിട്ട് നാളെ ഇത് മൂടി കാര്യമില്ല. ഇതെടുത്ത് വയ്ക്കുക. എന്നിട്ട് നാളെ കാലത്ത് വെയിലത്തിടണം. ഇതിന് എടുത്തിട്ട് കോരി എടുത്തിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ നീ കാണാം. എടുത്ത് വയ്ക്കുക. നമ്മുടെ ചുണ്ടങ്ങ ഒരു ദിവസം വൈകുന്നേരം മുഴുവൻ തൈരിലിട്ട് ഒഴിച്ചു വിട്ടാൽ നോക്കിയേ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ചുണ്ടങ്ങയുടെ കളറാണ്. എന്നിട്ടതിനെ ഊറ്റിയെടുത്ത് ഇതിലേക്ക് ഇടുന്നു കേട്ടോ. 2 കിണ്ണത്തിലേക്ക് ആയിട്ടിടാൻ വെച്ചിട്ടാ. ഇതിൽ വെയിലുള്ളട്ടാ. ഈ കിണ്ണത്തിലിടാം. ചുണ്ടങ്ങ കൊണ്ടാട്ടുണ്ടാക്കണ് ജഗോ. മനസ്സിലായി നിനക്ക്? ഇത് ഈ വെയിലത്താണ്ട് ഇരിക്കട്ടെ കേട്ടാ. ഇനി വൈകുന്നേരം ആകുമ്പോൾ നമ്മളെടുത്ത് മാറ്റുള്ളൂ. 2 കിണ്ണത്തിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. നല്ല ചുട്ട വെയിലാണ്. ഇനിയിപ്പോൾ ഈ തൈരില്ലേ, ഈ തൈര് നമ്മൾ എടുത്ത് വയ്ക്കും. വൈകുന്നേരം വാറുമ്പോൾ വെയിലാറി കഴിഞ്ഞാൽ അതെടുത്തിട്ട് ഈ തൈരിലിട്ട് വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം നാളെ കാലത്ത് വീണ്ടും അങ്ങനെ ഈ തൈര് പറ്റണം, കഴിയണം കേട്ടോ. ഇനിയിപ്പോൾ അപ്പോൾ നമുക്ക് വൈകുന്നേരം എടുക്കാം. സമയം വൈകുന്നേരം 5:30 വൈകുന്നേരം ഉച്ചരിഞ്ഞ്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ തൈരിലേക്ക് തെച്ചുണ്ടാക്കി നോക്കിയേ കേട്ടോ. ഇന്നും മുഴുവൻ വെയിലത്തിട്ടിട്ട് ഇങ്ങനെ ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് വീണ്ടും ഇത് ഇരിക്കട്ടെ കേട്ടോ. നല്ല വെയിലുള്ള കാരണമാണ് ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ കളറായി തോന്നിട്ടോ. നല്ല ഇത് നന്നായി വടിച്ചിടണം ഇതിലേക്ക്. ഇതിൽ 2 കുറച്ച് കാന്താരി മുളക് കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചുണ്ടങ്ങിക്ക് നല്ല എരിവുണ്ടാവും പറയുന്നു കേട്ടോ. ഇത് നന്നായി ഇത് വടിച്ച് ഇനി ഇതിൽ ഇളക്കില്ല. ഇന്ന് വൈകുന്നേരം മുഴുവൻ ഇതിൽ കിടക്കട്ടെ. ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടില്ല കേട്ടോ.
ഇനി നാളെ കാലത്ത് പിന്നെ എടുത്ത് വെയിലത്ത് വയ്ക്കുക. പിറ്റേ ദിവസം അതിരാവിലെ അല്ല കേട്ടോ, 10 മണി തൈര് വറ്റി തുടങ്ങിയണ്ട കുറച്ചുള്ള നീ ഊച്ചിയെടുക്കുക. നമ്മുടെ നിലത്തെ പാത്രം തന്നെ കേട്ടോ, അതൊക്കെ വൃത്തിയിൽ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അരിക്കുന്നു സരിതയച്ചുണ്ടെങ്കിൽ പച്ചമുളക് ഇടുകയാണെങ്കിലേ കാന്താരി മുളക് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുന്നു. കണ്ട തൈര് തീ തമിഴ്നാട്ടുകാർ ഇങ്ങനെയൊന്നും കാണിക്കുന്നില്ല. നല്ല വെയിലാണ്, കൊള്ളട്ടെ. അപ്പം ഇനി ഇതെടുത്ത് വയ്ക്കാട്ടാ, ഇന്ന് വൈകുന്നേരം കാണാം. സമയം 5:30 ഉച്ചരിഞ്ഞ് 5:30. നമുക്ക് വീണ്ടും ഇതിലേക്ക് ഒരുവിധം ഉണങ്ങിയില്ല കണ്ട, ഒരുവിധം ഉണങ്ങി പരിവായി തുടങ്ങി. അപ്പോൾ നമുക്ക് എനിക്ക് തരാം. നാളത്തോടെ ഒരുവിധം ഇതാവും. എങ്ങനെയുണ്ടാവും ഈ കൊണ്ടാട്ടം, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു വട്ടം വറ്റിക്കാനുള്ളല്ലോ. ഈ കിണ്ണങ്ങളില്ലേ, ഈ 2 കിണ്ണങ്ങളെ ഞാൻ പരസ്പരം ഇതിങ്ങനെ എടുത്ത് വയ്ക്കൂട്ടാ. വൃത്തികേടല്ല, തൈരിൻ്റെയാണ് കേട്ടോ ഇതൊക്കെ. ഇതേ ഇതിൽ മിക്സ് ചെയ്യുന്നു കേട്ടോ. നാളെ കോരിയെടുക്കാനുണ്ടാവില്ല, നേരെ ഇതിലേക്ക് ഇടാനുണ്ടാവുള്ളൂ. തോണ്ട് കണ്ടിട്ട് വേറെ പാത്രം കൊണ്ട് മൂടി വയ്ക്കും. അപ്പോൾ ഈ നാളെ കാലത്ത് കാണാം. നമ്മൾ ചുണ്ടങ്ങിയ 3-ാമത്തെ ദിവസമായി. എന്തുകൊണ്ട് 3-ാമത്തെ ദിവസം തന്നെയല്ലേ അതായത് ഇതൊക്കെ വറ്റി. അപ്പോൾ ഞാനിത് മൂടി വയ്ക്കുന്നത് നല്ല വേറെ കിണ്ണം കൊണ്ടാണ്. ഇത് രണ്ടാണ് നമ്മുടെ മറ്റേ ചുണ്ടങ്ങിയ ഉണക്കാനിട്ട കിണ്ണങ്ങൾ കേട്ടോ. നമ്മളിപ്പോൾ ഇനി വേറെ കിണ്ണങ്ങൾ 100 കിണ്ണങ്ങളൊന്നും എടുക്കണില്ല. കണ്ട, ഇതിലത്തെ തൈര് കഴിഞ്ഞു. ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കാൻ വേണ്ട. ഇതിരിക്കുന്നു പകുതി ഇതിലേക്ക്, പകുതി ഇതിലേക്ക്. കാണുമ്പോൾ ഒരു ഭംഗിയില്ല, പക്ഷേ 2-3 ദിവസം കൊണ്ട് ഇനി നന്നായി ഉണങ്ങും. ഇന്നത്തോടെ ലെവലാവും. ഇനി തൈരില്ലല്ലോ, അടിപൊളി. ഇനി ഇതിലെ ഇട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഇത് ആ കിണ്ണത്തിൽ തന്നെ വെച്ചാൽ മതി. ഇതിൻ്റെ ആവശ്യമില്ല, ഇത് രണ്ടിൻ്റെ ആവശ്യമില്ല കേട്ടാ. സമയം വൈകുന്നേരമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ സാധനം നമുക്ക് രണ്ടും എടുത്ത് വയ്ക്കാം. ഇതിനിപ്പോൾ നാളെ ഇങ്ങനെ തന്നെ ഉണക്കാൻ വെച്ചാൽ മതിയിട്ടാകണ്ട. അപ്പോൾ രണ്ടും എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ 4-ാമത്തെ ദിവസമായിട്ടാണ്. 4-ാമത്തെ ദിവസമായിപ്പോൾ നോക്കിയാൽ ഇത് കണ്ട, നല്ലതായി, നല്ല രസകരമായി സാധനം കേട്ടാ. ഇത് നോക്കിയേ, വെറുതെ തിന്നാൻ നല്ല രസമാണ്, ഒന്നും വേണ്ട. ഇനി ഇത് വൈകുന്നേരം എടുത്ത് വയ്ക്കും. ഇനി വെയിലത്ത് വയ്ക്കുന്നില്ല. വൈകുന്നേരം നമുക്ക് തോണ്ടൊരു തമിഴ്നാട്ടുകാരെന്തെങ്കിലും പാചകം ചെയ്യാം കേട്ടാ. നമ്മുടെ ചുണ്ടങ്ങിയത് ഉച്ചരിഞ്ഞായിട്ടാ. ഇനി പിന്നെ ഉണക്കണില്ലേ കണ്ട, പറക്കി ഇതായി. അപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ടില്ല, നമുക്കിത് ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് അങ്ങനെ എത്ര ദിവസം ആക്കി ചേട്ടാ ചുണ്ടങ്ങിയ? 6-7 ദിവസം എടുത്തു. ബോക്സിലാക്കി നമ്മൾ ഇത് വറക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്, ചേട്ടൻ പറഞ്ഞു ഇത് വറുത്തിട്ട് നമുക്ക് കട്ടൻ ചായ കൂട്ടി ഇങ്ങനെ മറ്റേ പൊട്ടുകടല അങ്ങനെ സാധനങ്ങളൊക്കെ ഇല്ലേ, മസാല കപ്പലണ്ടിയൊക്കെ അതൊക്കെ തിന്നണ പോലെ തിന്നാന്ന്. പക്ഷെ ശരിക്കും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് തൈര് സാദത്തിൻ്റെ കൂടെയാണ് ഇത് കഴിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് റിസർച്ച് നടത്തിയപ്പോൾ കണ്ടത്. അപ്പോൾ തൈര് സാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജ്യോതി ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ള തൈര് സാദം ഉണ്ടല്ലോ, ചട്ടിച്ചോറ് സാദം, ചോറ് സാധനം തന്നെയല്ലേ അങ്ങനെ. അപ്പോൾ ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചട്ടി വേണം, പിന്നെ ചോറ് വേണം, പിന്നെ തൈര് പിന്നെ കുറച്ച് സബോള പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, പിന്നെ വറ്റൽമുളക്, വേപ്പല, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങൾ വേണം. ആദ്യം തന്നെ ഈ തൈര് സാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഇത് ചൂടാക്കാം. ചീഞ്ചട്ടി ചൂടായിട്ടേ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. അധികം ചോറ് എടുത്തിട്ടില്ല, കാരണം ജഗ്ഗുവിന് വേണ്ട. ജഗ്ഗുവിന് ചെറുതായിട്ടൊരു പനിയുടെ ഒക്കെ ഒരു ലക്ഷണം. അപ്പം അവൻ ഭക്ഷണം നമ്മൾ വേറെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഗുളിക കഴിച്ചിട്ട് ആൾക്ക് എടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും മതി. അപ്പോൾ ഈ ചോറിന് അധികമാവും തോന്നുന്നുണ്ട്. ഇത് ചൂടാവുമ്പോൾ അതിലേക്ക് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞാലത്തെ കുറച്ച് ഇടാം. കുറച്ച് ഇഞ്ചി മാറ്റി വെച്ചിട്ടുണ്ട്, അത് ചോറിലേക്ക് ഡയറക്റ്റായിട്ട് ചേർക്കാനുള്ളതാണ്. പിന്നെ ഇതിലേക്ക് വറ്റൽമുളക് ഇടുക. ഇഞ്ചി ഇടുമ്പോഴത്തേക്ക് ആവൂട്ടാ, പെട്ടെന്നാവും.
വറ്റൽമുളക് ഇടാം. തീ ഓഫ് ചെയ്തു, കാരണം ഈ ചീഞ്ചട്ടി നല്ല ചൂട് നിൽക്കണ ആയ കാരണം കൊണ്ടേ ആ ചീഞ്ചട്ടിയുടെ ചൂടുകൊണ്ട് ആയിക്കോളും. പിന്നെ ഇതിലേക്ക് വേപ്പിലയും ചേർക്കാം. റൈറ്റ് വേണോ? റൈറ്റിക്ക് മാറ്റി വയ്ക്കണ്ടല്ലോ, തീ ഓഫ് ചെയ്തില്ലേ? ആ, തീ ഓഫ് ചെയ്തു. ഇനി ഇത് ചൂടാറണം. ഇതിപ്പോൾ നല്ല ക്രിസ്പി പോലെയായി. ഇനി ഇത് ചോറിൽ നമുക്ക് പൊടിച്ച് ചേർക്കാനുള്ളത്. അപ്പോൾ ഇത് ചൂടാറണേ, അതിനാണ് ഇത് ആദ്യം തന്നെ ആക്കി വെച്ചത്. ഞാൻ സാധാരണ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കൂട്ടോ നമ്മൾ. വേനൽക്കാലല്ലായിരുന്നേ, അപ്പോൾ ഉച്ച സമയത്ത് നമുക്ക് നല്ല സുഖം ഇതിങ്ങനെ കഴിക്കാൻ തന്നെ. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഞാനും ദൂരെ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതാക്കി വയ്ക്കും. എന്നിട്ടാണ് ഇതിലേക്കുള്ള സബോള അരിയാനൊക്കെ നിൽക്കുള്ളൂ. അപ്പോഴേക്കും ഇത് ചൂടാറിക്കോളും അതിന് വേണ്ടി. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ചട്ടി എടുക്കുക. ചട്ടിയിലേക്ക് ചോറ് എന്തോരം വേണം നോക്കി ചേട്ടാ. അത് മുഴുവട്ടോ ഇത് കഴിക്കുമോ? നിനക്ക് എനിക്കും കറക്റ്റാണ് കേട്ടോ, മുഴുവട്ടോ. ഇതിപ്പോൾ അധികമില്ല. ഇത് പിന്നെ ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാം കേട്ടാ. അത് വിചാരിച്ച് കണ്ടമാനം കഴിക്കണമെന്നില്ല. ഇത് ഇതിൻ്റെ പകുതി എനിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടാ. ഞാൻ കഴിച്ചോണ്ട്. കുഴപ്പമില്ല. ഇതിലേക്ക് നമ്മൾ തൈര് ഒഴിക്കുകയാണ്. മതിയാവൂല്ലേ? നോക്കിയിട്ട് ഒഴിക്കാട്ടാ. പിന്നെ സബോള അരിഞ്ഞത്, ഇഞ്ചി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത്, പച്ചമുളക് അരിഞ്ഞത് ഒക്കെ ഇട്ട് കൊടുത്തു. ടീസ്പൂൺ കൊണ്ട് ആക്കിയാൽ മതി, ഇളക്കിയാൽ മതി. കൈ കൊണ്ട് കുഴക്കണം എന്നാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. ഈ വേപ്പിൻ്റെ ഇല നന്നായിട്ട് പിച്ച് നുറുക്കിയിടാം, അല്ലെങ്കിൽ കുനുകുനു തന്നെ അരിഞ്ഞിട്ടിടാം കേട്ടാ. നമ്മൾ ഇട്ടിട്ടുള്ള റെസിപ്പിയാണ്. ഇത് നമ്മൾ ഈ ചുണ്ടങ്ങാരൊപ്പം കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ കാരണം ഒന്നും കൂടി അത് വീഡിയോയിൽ കാണിക്കണമെന്ന് മാത്രം. ശരിക്കും ഇതിനല്ല പ്രാധാന്യം, ചുണ്ടങ്ങ കൊണ്ടാട്ടത്തിനാണ് പ്രാധാന്യം. ഉപ്പിടണം കേട്ടാ, കുറച്ച്. അപ്പോൾ ടീസ്പൂൺ കൊണ്ട് ഇളക്കിയാൽ മതി എന്നാണ് ചേട്ടൻ പറയണേ. അതെ, മട്ടരിച്ചോറാണ് ഇതിന് ഉത്തമട്ടാ. ഈ മറ്റേ വെള്ളരിച്ചോറ് പറ്റില്ല, അല്ല അത് വിട്ട് എടുക്കും. അല്ല, പൊന്നിയരി ചോറാവും നല്ലതെന്നുണ്ട്. ശരിക്കിത് നമ്മുടെ അല്ലല്ലോ, തമിഴ് ഇതല്ലേ? തമിഴായിരിക്കും. അല്ല, നമുക്ക് ഈ മട്ടരി അടിപൊളിയാണ്. കുത്തരിച്ചോറേ മിക്സ് ചെയ്തു. ഉപ്പ് നോക്കിക്കോ, സ്വല്പം തൈരിൻ്റെ പുളിയും കാര്യങ്ങളൊക്കെ നോക്കാം. മിക്സ് ചെയ്തിട്ട് ശരീരം ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാം. എന്നിട്ട് മറ്റേ ചേർക്കാം. ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിണ്ട്. ഇത് ചൂടാറിണ്ടാവില്ലേ? ചൂടാറിയിട്ടൊന്നുമില്ല. പൊടിച്ചിട്ടുണ്ടേ വേറെ ഇതിലിട്ടിട്ട് പൊടിക്കാം. ഇതിലെടുത്ത് ചൂടാറിയോളൂ, വേഗം ചൂടാറും. പഠിച്ചിരുന്നു നമ്മൾ കേട്ടാ. ഇതിൽ നമുക്ക് ചുണ്ടങ്ങ വറക്കണം, അതിനാണ് വേണ്ടിയിട്ടാണ്. ഇനി ഇതിങ്ങനെ പൊടിക്കുമ്പോൾ ഇങ്ങനെ പൊടിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കണതേ ഈ സാധനങ്ങൾ വറുത്തിട്ടത്, അത് പൊടിച്ചിറങ്ങാം. അപ്പം ഞാൻ കൈ കഴുകട്ടെ. കൈ കഴുകണതും വീഡിയോ എടുക്കണം. കൈ കഴിയില്ലെന്ന് വിചാരിക്കാറ്. കേട്ടാ, ചൂടാറിയിട്ടില്ല. കണ്ട ഇതിങ്ങനെ കണ്ട മിളകാണ് പൊടിച്ചിട്ടുണ്ട്. മിളകിനെ പൊടിക്കണല്ലോ. മിളകിനെ അപ്പൊ ഇത് പൊടിക്കണ കണ്ടില്ലേ? മിളകിന് ചേട്ടൻ മിളകിനെ പൊടിക്കണുള്ളൂ എന്ന് പറയണ്. ചോർമ പൊടിക്കരുതെന്ന് ഞാൻ പറഞ്ഞേ. പിന്നെ അങ്ങോട്ട് പൊടിക്കുക കണ്ട. അത് അതിലിട്ട് തന്നെ പൊടിച്ചിട്ടിടായിരുന്നു. അതിലിട്ട് പൊടിക്കുക. അതും ചേട്ടൻ തൊട്ടോക്ക് അതിന്റെ പാത്രത്തിന്റെ ചൂട്. ചേട്ടന് പറ്റും പൊടിച്ചോ. കൈ ഇത് കഴിയുമ്പോൾ കൈ നന്നായി സോപ്പിട്ട് കഴുകണം എൻ്റെ, അല്ലെങ്കിൽ എനിക്ക് കൈ നഖമൊക്കെ നീറും. ഇത് മിക്സ് ആക്കാൻ പോകട്ടെ ഞാൻ. അതുകൊണ്ട് മിക്സ് ചെയ്യേ. ടീസ്പൂൺ ഉണ്ട്. നമ്മൾക്ക് രണ്ടുപേർക്കെല്ലാം കഴിക്കണ്ടോ ചേട്ടൻ? അറപ്പ ഞാൻ എനിക്ക് അറപ്പും കറുപ്പൊന്നുമില്ല. ഞാൻ ആളുകൾക്ക് കാണുമ്പോഴേ ചിലപ്പോഴേ ഈ ചോറ് ഇങ്ങനെ കുഴച്ച് വാരി എനിക്ക് തരാറുണ്ടല്ലോ. അതൊക്കെ തരും. നമുക്ക് സാധനം കളയേണ്ടതായിരുന്നു. ആളുകൾക്ക് കാണിക്കേണ്ട സാധനമാണ് ഇതേ. ഇത് കളയണ്ട കേട്ടോ ഞാൻ. അതിന്റെ ഞെട്ട് അത് കളഞ്ഞിട്ട് വറുത്താൽ മതിയായിരുന്നു. മതി. അപ്പോൾ ഇത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ചുണ്ടങ്ങ വറക്കാം. നമ്മൾ ചുണ്ടങ്ങ വറക്കാനായിട്ട് നമ്മൾ ഇത് വയ്ക്കുന്നു കേട്ടോ, ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ ചീഞ്ചട്ടി ചൂടായി. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുന്നു കേട്ടോ. ചുണ്ടങ്ങ വറക്കാനായിട്ട് ഇപ്പോൾ അത്രയ്ക്കധികം ചുണ്ടങ്ങ വേണമെന്ന് വേണ്ട, നമുക്ക് വെറുതെ ആക്കാനല്ല. ഇത് വെറുതെ തിന്നാൻ രസാട്ടാ. എനിക്ക് ഞാൻ കാണിച്ചതൊന്നും തിന്നാൻ കയ്പില്ലേ? ഒരു കയ്പൂരി, നല്ല രസം. ഇതിലേക്ക് ഇടാൻ പോകണം കേട്ടോ. നീ നമ്മുടെ ചുണ്ടങ്ങ ഇത്രയ്ക്ക് മതിയില്ലേ? ആവശ്യത്തിനാക്കിക്കോ.
അത്രയ്ക്ക് മതി നമുക്ക്. ഭയങ്കര രസട്ടാ. എത്ര ദിവസമാക്കി ഉണ്ടാവും ഇത്? 7 ദിവസം 6 ദിവസമാകുമ്പോഴേക്കും ആ സാധനം ഈ തൈര് കഴിഞ്ഞു. പിന്നെ വീണ്ടും ഒരു 2 ദിവസം കൂടെ. ഇതതിന് കൊണ്ടാട്ടമുളകിന്റെ പോലെ തൈരിൽ മുക്കി തൈര് കഴിയണവരൊന്നും ആക്കണമെന്നില്ല കേട്ടാ. ഒരു ദിവസം 2 ദിവസം അങ്ങനെ തൈരിലിടണ്ടോന്നുണ്ട്. കുറച്ച് തൈരില് ആയി എടുക്കുന്നതിനെ ആയില്ലേ ആയി. ഭയങ്കര സിമ്പിളാണ് പരിപാടി. തമിഴ്നാട്ടുകാര് ഇതെല്ലാ സാധനങ്ങളും കൊണ്ടാട്ടം ഉണ്ടാക്കും. കൊണ്ടാട്ടം പറ്റിലും കിറ്റിലൊക്കെ ആയിട്ട് ഉണ്ടാക്കും. പയറ്, വെണ്ടക്കായ, എല്ലാ പച്ചക്കറികളും ബാക്കി വരുന്നത് ഒന്നും ഒരു കളയും. കൈ കേട്ടാ ഇവിടെ നിന്ന് കഴിക്കാൻ വെച്ചു. ഇത് പിന്നെ ഇതിലത്തെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് കുഴയ്ക്കുമ്പോൾ അത്രയും കൈ കൊണ്ട് അങ്ങോട്ട് പരസ്പരം വാരി തരുന്നവർക്ക് കഴിക്കാൻ പറ്റുക അല്ലേ? ഇത് കഴിച്ചോട്ടെ, ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് പറയണ്ട. ഓർമ്മയിലൊക്കെ കുഴപ്പമില്ല, രസമല്ലേ? ലാസ്റ്റ് ഒരു ചെറിയൊരു കയ്പുണ്ട്. അപ്പോൾ പച്ചക്കുന്ന കയ്പ് തോന്നിയില്ലേ? ഞാൻ വെറുതെ വന്നപ്പോൾ രസമല്ലേ? അല്ല ഒരു രസമല്ലേ എന്നാ, ഒരു കുഴപ്പമില്ല. ചെറിയ കയ്പ്, പക്ഷേ ഇതിൻ്റെ കയ്പ് കുഴപ്പമില്ല. നമുക്ക് നല്ല രസാ. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ചോറ് നമ്മൾ വേറെ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ടീസ്പൂണോട് ഇളക്കിയിട്ട് ആക്കി കൊടുക്കും. കൈ ഉണ്ടാക്കുന്നത് അതാ പറഞ്ഞത്. ചെയ്യില്ലല്ലോ, അല്ല പറയാൻ പറ്റില്ല. പുറമുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇളക്കിയിട്ട് കൊടുക്കില്ലല്ലോ. ഇത് ഭയങ്കര രസമാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ കയ്പക്കായര ഒരു കൊണ്ടാട്ടം വറവാണ് വേണ്ടത്. അതിന് പാരാണ് ഈ സാധനം കേട്ടത്. അടിപൊളിയാണ്. ഇതിന് കയ്പക്കായര വറവ് ഭയങ്കര ടേസ്റ്റാണ്. കടലമാവ് ഇട്ടിട്ട് അതെന്തൊരു ടേസ്റ്റാണെന്നറിയോ? ഇത് കുഴപ്പമില്ല, പൊക്കോളും. അനുയോജ്യം. അപ്പോൾ ഇത് സൂപ്പർ. നിങ്ങൾ കൊണ്ടാട്ടം ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പം മഴ തുടങ്ങി, ഇത് കിട്ടിയാലും ഉണക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അല്ലേ? മഴ തുടങ്ങിയാലും ഇപ്പോൾ അന്ന് 6-ാം തീയതി 7-ാം തീയതിയിലായിട്ടല്ലോ. വേനൽ മഴയാ. വെയിലുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റും, ചുണ്ടങ്ങി കിട്ടണവർക്ക്. അപ്പോൾ നമുക്ക് നിർത്താട്ടാ. അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. ഭയങ്കര രസമാണ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ. എന്ത് രസമാണ് കാലാവസ്ഥയും.